പ്രൈസ് ദി ലോർഡ്. ഇന്ന് മദേഴ്സ് ഡേ ആണല്ലേ. ഒരുപാട് സ്റ്റാറ്റസുകള്, വീഡിയോസ് ഒക്കെ നമ്മൾ ഇന്ന് മദേഴ്സിനെ കുറിച്ച് എല്ലാവരും ഉയർത്തി പറയുന്ന ഒരു ദിവസമാണ്. പക്ഷെ ബൈബിളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരു ഉത്തമ ഉദാഹരണം, ഒരു നല്ല അമ്മയ്ക്ക് ഒരു ഉത്തമ ഉദാഹരണം നമുക്ക് കാണാൻ സാധിക്കും ഹന്നയെ കുറിച്ച്. ഞങ്ങളുടെ ചർച്ചിൽ ഇന്ന് കേട്ട ഒരു മെസ്സേജിന് എന്നെ അത് ആഴത്തിൽ സ്പർശിക്കുവാനിടയായിരുന്നു. ഹന്നയുടെ ജീവിതം നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ ഹന്നയുടെ ചുറ്റുപാടുകളെല്ലാം വളരെ പ്രതികൂലമായിരുന്നു. ഹന്നയ്ക്ക് ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു പുരുഷ സന്താനത്തെ ദൈവം ഹന്നയ്ക്ക് കൊടുക്കണം. ഒത്തിരിയധികം ഭാരത്തോടും വിഷമത്തോടും കൂടി ആലയത്തിൽ കടന്നു ചെന്ന് ഹന്ന പ്രാർത്ഥിക്കുകയാണ്. ആദ്യമായി നമുക്ക് ഹന്നയിൽ കാണുന്ന ഒരു ക്വാളിറ്റി, ഹന്നയുടെ ഹസ്ബൻഡ് അവിടെ പ്രത്യേകിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിച്ചതായിട്ടൊന്നും വചനത്തിൽ നമ്മൾ കാണുന്നില്ല. എന്നാൽ ഹന്നയുടെ എല്ലാ പിന്തുണയും കൊടുത്തിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആയിരുന്നു ഹന്നയ്ക്കുണ്ടായത്. ചർച്ചിൽ കടന്നു ചെന്നാൽ അത്ര നല്ലൊരു പെർഫെക്ഷനോട് കൂടിയ ലൈഫ് നയിക്കുന്ന ഒരു പുരോഹിതന്റെ മക്കളോ ഒന്നും ആയിരുന്നില്ല ആലയത്തിലുണ്ടായിരുന്നത്. അവിടെ തന്നെ ചെല്ലുമ്പോൾ ശരിക്കും പറഞ്ഞ ഒരു റെവലേഷൻ ഇല്ലാത്ത ഒരു ഏലി പ്രവാചകനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ അത് വീഞ്ഞു കുടിച്ചും മത്തയായിട്ട് ഇരിക്കുകയാണോ എന്നാണ് ഏലി ചോദിക്കുന്നത്. ഒരു പ്രതീക്ഷയോടെ അല്ലെങ്കിൽ ഒരു ആശ്വാസത്തിനാക്കി ആയിരിക്കാം ഹന്ന ആലയത്തിൽ കടന്നു ചെല്ലുന്നത്. പക്ഷെ അവളുടെ സിറ്റുവേഷൻസും ചുറ്റുമുള്ള കാര്യങ്ങളും എല്ലാം പ്രതികൂലമാണ്. ഹന്നയുടെ ജീവിതത്തിൽ നമുക്ക് ആദ്യമായി കാണാൻ കഴിയുന്ന ഒരു ക്വാളിറ്റി, അവളുടെ ചുറ്റുമുള്ളതെല്ലാം പ്രതികൂലമായിരുന്നപ്പോഴും ദൈവത്തിൽ നിന്ന് ഹന്നയ്ക്ക് എന്ത് വേണമെന്ന് പ്രാർത്ഥിക്കുവാൻ, അത് മറ്റാരോടും പിറുപിറുപ്പില്ലാതെ, മറ്റുള്ളവരുടെ ജീവിതം ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കാതെ, അവരെ കുറ്റപ്പെടുത്താതെ ദൈവവും ഹന്നയും മാത്രമായിട്ടുള്ളൊരു അഭേദ്യ ബന്ധത്തിലേക്ക് ഉയരുവാൻ ഹന്ന എന്ന മാതാവിന് സാധിച്ചു. ഒരു ഗോഡ്ലി മദർ ചെയ്യുന്ന ആദ്യത്തെ കാര്യം, അവളുടെ കുഞ്ഞുങ്ങളെ ഈ ലോകത്തിലെ ഇംപെർഫെക്ഷൻസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുവാൻ, അല്ലെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള വഴികൾ അവരെ കാണിച്ചു കൊടുക്കാൻ കഴിവുള്ളൊരു മാതാവായിരിക്കണം. രണ്ടാമതായിട്ട് ഹന്നയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ക്വാളിറ്റി, അവളുടെ പൂർണ്ണമായിട്ട് അവളുടെ ദുഃഖം അവളുടെ ദൈവത്തോട് പറയാണ്. എങ്ങനെയാണ് പറയുന്നത്? പ്രാർത്ഥനാ രൂപത്തിൽ. ഉള്ളിന്റെ ഉള്ളിലെ വളരെ ആഴമേറിയ ഞരക്കം, ദുഃഖം, കണ്ണുനീര് എല്ലാം ദൈവസന്നിധിയിലാണ്. അവളുടെ പ്രാർത്ഥനയിൽ കൂടെ മാത്രമാണ് ഹന്ന അവിടെ പുറത്തു കൊണ്ടുവരുന്നത്. 1 ശമൂവേൽ 1-ാം അധ്യായത്തിൽ നമുക്ക് ആദ്യ ഭാഗങ്ങളിലൊക്കെ കാണുമ്പോൾ തന്റെ പ്രതിയോഗിയായിട്ടുള്ള വ്യക്തിയോട് എതിർത്തൊന്നും പറയാതെ പ്രാർത്ഥനയിൽ മാത്രം തന്റെ കണ്ണുനീര് ഒഴുക്കുന്ന ഹന്നയെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇന്ന് കാലത്ത് നമുക്ക് അപ്ലൈ ചെയ്യുന്നൊരു കാര്യമുണ്ട്. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, ഫാമിലിയുടെ റെസ്റ്റോറേഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, ഒരു വിടുതലിനായി പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, യഥാർത്ഥമായിട്ടുള്ള ഡയറക്ഷൻ കിട്ടുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. ഹന്നയെ പോലെ നിങ്ങളുടെ ദുഃഖം എല്ലാവരുമായിട്ടൊന്നും പങ്കുവയ്ക്കണ്ട. ദൈവസന്നിധി ഇരിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീർ കർത്താവ് തുരുത്തിയിൽ സൂക്ഷിക്കുന്നവനാണ്. മൂന്നാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്, കുഞ്ഞിനെ ഹന്നയ്ക്ക് ലഭിച്ചു, അവളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ഹന്ന ദൈവത്തോടൊരു വാക്ക് പറഞ്ഞിരുന്നു, നീ എനിക്കൊരു സന്താനത്തെ തന്നാൽ ആ സന്താനത്തെ ഞാൻ നിനക്ക് വേണ്ടി തരും. കാലങ്ങൾക്ക് ശേഷം ലഭിച്ചൊരു കുഞ്ഞ്, അതിനെ ഓമനിക്കുവാനും അതിന്റെ വളർച്ച കാണുവാനും മുന്നോട്ടുള്ള ജീവിതത്തിൽ അതെനിക്കൊരു താങ്ങാവുമെന്ന് ചിന്തിക്കുവാനും ഹന്ന നിന്നില്ല. ദൈവം എനിക്ക് തന്നു, ഞാൻ ദൈവത്തിന് എന്റെ ബെസ്റ്റ് ഞാൻ കൊടുക്കുകയാണ്. ആ ഒരു രീതിയിലാണ് ഹന്ന ശമൂവേൽ ബാലനെ ദൈവത്തിനായി കൊടുക്കുന്നത്. ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു തന്നാലും, ഈ ഭൂമിയിലുള്ളതെല്ലാം ദൈവം നമുക്ക് തന്നതാണ്. അതിലേറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് നമുക്ക് ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ തലമുറകളെ, നമ്മുടെ സമ്പത്തിനെ,
നമുക്കുള്ളതിലെല്ലാം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ദൈവത്തിന് കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഹന്ന എന്ന മാതാവ്, അവൾക്ക് ലഭിച്ച ഏറ്റവും പ്രഷ്യസ് ഗിഫ്റ്റ് ആയിരുന്നു ശമൂവേൽ ബാലൻ. ആ ശമൂവേൽ ബാലനെ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ അത്രത്തോളം ആ ത്യാഗ മനോഭാവത്തിലേക്ക്, കൊഞ്ചിച്ച് കൊതി തരുന്നതിന് മുമ്പേ മലപൊടി മാറിയ ഉടനെ തന്നെ ഹന്ന ശമൂവേൽ ബാലനെ കർത്താവിന് വേണ്ടി കൊടുക്കുവാണ്. ഒന്നിന്റെയും ഒരു പഴയതോ അല്ലെങ്കിൽ ഒരു ആവശ്യമില്ലാത്തതോ ഒന്നുമല്ല ഹന്ന ദൈവത്തിന് വേണ്ടി കൊടുത്തത്. അവൾക്ക് കിട്ടിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. ഇന്ന് ഇത് കേൾക്കുന്ന മാതാപിതാക്കളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള ദ ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം ദൈവത്തിന് വേണ്ടി നിങ്ങൾ കൊടുക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ നാളെ അതിനെ ദൈവം ഉപയോഗിക്കുന്നതായിരിക്കും. 1 ശമൂവേൽ അതിന്റെ 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ദാൻ മുതൽ ബേർഷേബ വരെയുള്ള ഇസ്രായേലൊക്കെയും ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു. ഹന്നയുടെ ആ സമർപ്പണത്തിന് മുമ്പിൽ, ഹന്നയുടെ ത്യാഗ മനോഭാവത്തിന് മുമ്പിൽ ശമൂവേലിനെ ഇസ്രായേൽ മൊത്തം രാജ്യത്തിലെ വിശ്വസ്ത പ്രവാചകനായിട്ട് എണ്ണുവാൻ ഇടയായി തീർന്നു. ഒരമ്മയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പലപ്പോഴും പല അമ്മമാരും നേരിടുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒരുപക്ഷെ ജോലി, പണം, സാമ്പത്തിക ചുറ്റുപാടുകൾ, അങ്ങനെ പല ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പല അമ്മമാരോടുമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, നീ എന്ത് ചെയ്തു? നിനക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒരമ്മയ്ക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഹന്ന ഇവിടെ കാണിച്ചു തരികയാണ്. പ്രാർത്ഥിക്കുക, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കരയുക, ഒരു രാജ്യത്തെ മാറ്റുവാൻ, നിങ്ങളുടെ ഭവനത്തെ മാറ്റുവാൻ ഒരുപക്ഷെ നിങ്ങളുടെ കണ്ണുനീരിന് കഴിഞ്ഞേക്കാം. ശമൂവേൽ ഒരു പ്രവാചകനായി മാറിത്തീർന്നു, ഏറ്റവും വിശ്വസ്ത പ്രവാചകനായി മാറിത്തീർന്നു, ആ രാജ്യത്തെ നയിക്കുന്ന പ്രവാചകനായി മാറിത്തീർന്നു, രാജാക്കന്മാരെ അഭിഷേകത്താൽ നിറയ്ക്കുന്ന ഒരു പ്രവാചകനായി മാറി. ദൈവത്തിന്റെ ശബ്ദമായി ശമൂവേൽ ബാലൻ മാറുവാനിടയായി തീർന്നു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ദൈവം സംസാരിച്ച ചുരുക്കം ചില വ്യക്തികൾ ഒരാളായി ശമൂവേൽ ബാലൻ മാറുവാനിടയായി തീർന്നു. ഹന്നയെ പോലെ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നിങ്ങളുടെ ചുറ്റുപാടുകളെല്ലാം നോക്കി, ചുറ്റുപാടുമുള്ളതെല്ലാം നിങ്ങൾക്ക് പ്രതികൂലമായാലും, ചുറ്റുപാടും ഒന്നും നല്ലത് നിങ്ങൾ കണ്ടില്ലെങ്കിലും ഹന്നയെ പോലെ വിശ്വസ്തയായിരിക്കുവാൻ, നിങ്ങളുടെ ദുഃഖങ്ങൾ ദൈവത്തോട് മാത്രം പങ്കുവെക്കുവാൻ, നിങ്ങളുടെ കണ്ണുനീർ ദൈവസന്നിധിയിൽ മാത്രം ഒഴുക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ, ദൈവത്തിന് വേണ്ടി നിങ്ങളുടെ ഏറ്റവും നല്ലതിനെ നിങ്ങൾ കൊടുക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ, വരുന്ന ആളുകളിൽ ഈ രാജ്യത്തെ മാറ്റുന്ന, നിങ്ങളുടെ ഭവനത്തെ മാറ്റുന്ന ചില അഭിഷിക്തരെ മുന്നോട്ട് കൊണ്ടുവരുവാൻ ദൈവം മാതാക്കളായി നിങ്ങളെ സഹായിക്കും. അതിനുവേണ്ടി കർത്താവ് നിങ്ങളെ ഈ ദിവസങ്ങളിൽ സഹായിക്കട്ടെ. 1 ശമൂവേൽ 1-ാം അധ്യായം 27-ാം വാക്യം. For this child I prayed, and the Lord has granted me my petition. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. അവൻ ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദിതനായിരിക്കും. ജീവപര്യന്തം കർത്താവിന് വേണ്ടി ചിലതിനെ കൊടുക്കുവാൻ തയ്യാറായാൽ കർത്താവ് നിങ്ങളെ മാനിക്കും. ബൈബിളിന്റെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറായി ഹന്ന മാറിയത് ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ, ത്യാഗ മനോഭാവത്തിന് മുമ്പിൽ. ഇന്നും ഹന്നയെ ഓർക്കാൻ കാരണം, ഹന്ന എന്ന മാതാവിനെ ഓർക്കാൻ കാരണം ഹന്നയുടെ പ്രാർത്ഥന, ഹന്നയുടെ കണ്ണുനീർ, ഹന്നയുടെ ത്യാഗ മനോഭാവം. ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളെയും ആ നിലയിലേക്ക് വളർത്തുവാൻ, ഹന്നയുടെ ജീവിതം ഇന്ന് ഈ മദേഴ്സ് ഡേയിൽ നമുക്കൊരു മാതൃകയായി തീരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.